നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മിൽ പലരുടെയും സ്വപ്നങ്ങൾ ഫലമണിയാതെ നശിച്ചു പോകുന്നത് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല. നമ്മെ പരാജയപ്പെടുത്തുന്നത് നമ്മുടെ ശത്രുക്കളല്ല, സാഹചര്യങ്ങളല്ല, അത് പലപ്പോഴും നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ഒരു തുള്ളി വിഷം ഒരു പാത്രത്തിലുള്ള ജലത്തെ മുഴുവൻ വിഷമയമാക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ടോക്സിക് തോട്ട് നമ്മുടെ ജീവിതം നിശബ്ദമായി നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം നിശബ്ദമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 4 ടോക്സിക് തോട്ടുകളെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും പിഴുതെറിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം മാറും. നമ്മുടെയൊക്കെ ജീവിതം മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ജീവിതത്തെ നിശബ്ദമായി നശിപ്പിക്കുന്ന ഒന്നാമത്തെ ടോക്സിക് തോട്ട്, എനിക്ക് അതിന് കഴിയില്ല, എനിക്ക് അത് സാധിക്കില്ല. ഈ ഒരു ചിന്ത എത്രയോ പേരുടെ സ്വപ്നങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രമിക്കുന്നതിന് മുമ്പേ നിങ്ങൾ തോൽക്കുന്നു. കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തോൽപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ പറയുവാൻ ശീലിക്കുക: എനിക്ക് ഇപ്പോൾ അതിന് കഴിയില്ലായിരിക്കാം, അതിന് സാധിക്കില്ലായിരിക്കാം, പക്ഷെ ഒരിക്കൽ ഞാൻ തീർച്ചയായും അത് നേടിയിരിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക: ആരും വിജയികളായി ജനിച്ചു വീഴുന്നില്ല, പരിശ്രമങ്ങളിലൂടെയാണ് വിജയികൾ ഉണ്ടാകുന്നത്. നമ്പർ 2, ടോക്സിക് തോട്ട്. മറ്റുള്ളവർ എന്തു പറയും? ഈ ചിന്തകൾ കാരണം എത്രയോ പേരുടെ നല്ല കഴിവുകൾ മണ്ണിനടിയിലായിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക: നിങ്ങളുടെ ജീവിതം ജീവിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരല്ല. മറ്റുള്ളവർ എല്ലായ്പ്പോഴും നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ല. അവർക്ക് മറ്റു പല ജോലികളുമുണ്ട്. അല്ലെങ്കിൽ തന്നെ അവരെന്തും പറഞ്ഞുകൊള്ളട്ടെ. നാം നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. മറ്റുള്ളവരുടെ ചിലവിലല്ല നാം ആരും ജീവിക്കുന്നത്. പറയുന്നവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് എൻ്റെ സ്വപ്നമാണ് വലുത് എന്ന രീതിയിൽ ചിന്തിക്കുക, അതിനനുസൃതമായി പ്രവർത്തിക്കുക. ടോക്സിക് തോട്ട് നമ്പർ 3, ഞാൻ പരാജയപ്പെട്ടെങ്കിലോ? പരാജയം എന്നുള്ളത് ഒന്നിൻ്റെയും അവസാനമല്ല. പരാജയം എന്നുള്ളത് പ്രകൃതി നൽകുന്ന ഒരു സന്ദേശമാണ്. ഇതല്ല ശരിയായിട്ടുള്ള വഴി, മറ്റൊരു വഴിക്ക് ശ്രമിക്കൂ എന്ന്. ഓരോ പരാജയവും ഓരോ പുതിയ വിജയത്തിൻ്റെ പരിശീലന ക്ലാസ്സാണ്. ലോകത്തിലെ വലിയ മഹാന്മാരും ചരിത്രത്തിൽ ഇടം പിടിച്ച മഹത് വ്യക്തികളുമൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ പലതവണ പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചവരാണ്. പക്ഷേ പരാജയങ്ങൾ കൊണ്ടോ പരാജയ ചിന്തകൾ കൊണ്ടോ അവർ ഒരിക്കലും തങ്ങളുടെ പരിശ്രമങ്ങൾ വേണ്ടെന്ന് വെച്ചില്ല. അവരെയൊക്കെ വിജയം അനുഗ്രഹിച്ചു. നിങ്ങളൊരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ, ആദ്യമായി നടക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരിക്കലും താഴെ വീഴാതെയാണോ നിങ്ങൾ നടന്നു തുടങ്ങിയത്? അല്ലല്ലോ. പലതവണ പരാജയപ്പെടാം, വീഴ്ചകൾ ഉണ്ടാകാം. പക്ഷേ നാം ഒരു പരാജയമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളല്ല പരാജയം. നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി പരാജയത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് വസ്തുത. എത്ര തവണ പരാജയപ്പെട്ടാലും നമ്മൾ ഒരു പരാജയമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളല്ല പരാജയം. നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ പരാജയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരാജയങ്ങൾ ഉണ്ടായാലും അവയൊക്കെ ഓരോ പാഠങ്ങളായി മാറ്റിയെടുത്ത് ഞാൻ ജീവിതത്തിൽ മുന്നേറും, എൻ്റെ സ്വപ്നങ്ങൾ കൈവരിക്കും എന്ന ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. പരാജയ ചിന്തകളെ, പരാജയ ഭീതികളെ മനസ്സിൽ നിന്നും പാട്ടിപ്പായിക്കുക. പകരം ശുഭചിന്തകൾ, ശുഭാപ്തി വിശ്വാസം തുടങ്ങിയവയൊക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ടോക്സിക് തോട്ട് നമ്പർ 4, നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത തവണയാകട്ടെ. നാളെ എന്നൊരു ചിന്ത അനേകരുടെ സ്വപ്നങ്ങളുടെ ശവക്കുഴി തോണ്ടിയിട്ടുണ്ട്. വിജയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് നാളെയാകട്ടെ, അടുത്ത തവണയാകട്ടെ എന്ന ചിന്ത, എന്ന വാക്കുകൾ. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അല്പാൽപമായി കുറഞ്ഞു വരുന്നു. ഓരോ മാറ്റിവെക്കലുകളും നമ്മുടെ മനസ്സിനെ മടി, അലസതയിലേക്കും കുറ്റബോധത്തിലേക്കുമൊക്കെ നയിക്കുകയും ചെയ്യുന്നു.
അവസരങ്ങൾ ഒരിക്കലും നമുക്കായി കാത്തു നിൽക്കില്ല. നഷ്ടപ്പെടുന്ന സമയവും ഒരിക്കലും നമുക്ക് തിരികെ ലഭിക്കില്ല. നാളെ ചെയ്യാം എന്ന ചിന്ത ശീലമായാൽ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യം യാഥാർത്ഥ്യമായി തീരും. നമ്മുടെ പ്രവർത്തനങ്ങൾ വൈകുന്തോറും നമ്മുടെ സ്വപ്നങ്ങളും വൈകിക്കൊണ്ടിരിക്കും. പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത്, ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഒരുവൻ നാളെ വിജയം കൈവരിക്കും. എന്നാൽ നാളെ ആരംഭിക്കും എന്ന് പറയുന്നവർ പലപ്പോഴും ജീവിതകാലം മുഴുവൻ കാത്തിരിക്കും. നമ്മുടെയൊക്കെ ജീവിതം മാറുവാൻ വലിയ അത്ഭുതങ്ങൾ ഒന്നും വേണ്ട, ഒരു പുതിയ ചിന്ത മതി. ഓരോ ടോക്സിക് തോട്ട്സിനും നമ്മുടെ മനസ്സിൽ ഇടം നൽകിയാൽ നമ്മുടെ ജീവിതം വിഷമത്തിലാകും. ഉത്തേജിപ്പിക്കുന്ന ചിന്തകൾ മനസ്സിൽ നിറച്ചാൽ ജീവിതം പ്രകാശപൂർണമായി തീരും. നിങ്ങളുടെ ഭാവി ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിന്തകളിലാണ്. എനിക്ക് സാധിക്കില്ല, എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ കഴിയുന്നത്ര പരിശ്രമിക്കും എന്ന് പറയുവാൻ ശീലിക്കുക. മറ്റുള്ളവർ എന്ത് പറയും എന്ന ചിന്ത വരുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ ജീവിക്കും എന്ന് മറുപടി പറയുക. പരാജയം എന്നതിന് പകരം പഠനം എന്നും നാളെ എന്നതിന് പകരം ഇന്ന്, ഇപ്പോൾ എന്നും പറയുന്നത് ഒരു ശീലമാക്കി തീർക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്സ്, കമൻസ് തുടങ്ങിയവ രേഖപ്പെടുത്തണമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്നും ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഈ വീഡിയോ കാണുവാൻ സമയം കണ്ടെത്തിയതിന് ഞാൻ നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.